പത്തനംതിട്ട ഓമല്ലൂരിലെ വൃദ്ധസദനത്തിലെ മർദ്ദനത്തിൽ ഉടമ പാസ്റ്റർ ബിനുവിൻ്റെ ആരാധനാ കേന്ദ്രത്തിന് മുന്നിൽ സംഘടിച്ച് BJP ആക്ഷൻ കൗൺസിൽ പ്രവർത്തകർ. പ്രാർത്ഥനാ കേന്ദ്രം തുറക്കാൻ അനുവദിക്കില്ലെന്ന് BJP പ്രവർത്തകർ. ഹാളിനുള്ളിൽ ആരാധന നടത്താൻ അനുവദിച്ചില്ലെങ്കിൽ റോഡിൽ ആരാധിക്കുമെന്ന് പാസ്റ്റർ ബിനു വാഴമുട്ടത്തിൻ്റെ അനുയായികൾ പറയുന്നു. സ്ഥലത്ത് സംഘർഷാവസ്ഥയാണ്. ഏറെ ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൻ്റെ ഒരു സാഹചര്യം അവിടെ തുടരുന്നുണ്ട്. വൃദ്ധസദനത്തിലെ മർദ്ദനവുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഉടമ പാസ്റ്റർ ബിനു, ആ ബിനുവിനെതിരെ ആണ് ഇപ്പോൾ സംഘടിച്ച് BJP പ്രവർത്തകർ നിൽക്കുന്നത്. പ്രാർത്ഥനാ കേന്ദ്രം തുറക്കാൻ അനുവദിക്കില്ല എന്നാണ് BJP പ്രവർത്തകർ പറയുന്നത്. പക്ഷേ ഹാളിനുള്ളിൽ ആരാധന നടത്താൻ അനുവദിച്ചില്ലെങ്കിൽ റോഡിൽ ആരാധിക്കും എന്നാണ് പാസ്റ്റർ ബിനു വാഴമുട്ടത്തിൻ്റെ അനുയായികൾ പറയുന്നത്. സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുന്നൊരു സാഹചര്യമുണ്ട്. സുജു ടി ബാബു വിവരങ്ങളുമായി ചേരുന്നു. സുജു, എന്താണ് അവിടുത്തെ സംഘർഷാവസ്ഥയുടെ ഇപ്പോഴത്തെ സാഹചര്യം? കാരണം ഇന്ന് ഞായറാഴ്ചയാണ്, സ്വാഭാവികമായും വിശ്വാസികൾ പ്രാർത്ഥിക്കുന്ന ദിവസം കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള നീക്കം BJP അവിടെ ശ്രമിക്കുന്നത് ഒരു പക്ഷേ വർഗീയമായ കാര്യങ്ങൾക്കായിരിക്കാം. പക്ഷേ മറ്റൊരു മെറിറ്റ് കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം. എന്താണ് ഇപ്പോഴത്തെ സംഘർഷത്തിൻ്റെ അവസ്ഥ? അജിംഷാദ, ഇത് പാസ്റ്റർ ബിനു വാഴമുട്ടത്തിൻ്റെ പ്രാർത്ഥനാ കേന്ദ്രമാണ്. ഒരു അഞ്ജലി ഓഡിറ്റോറിയത്തിലാണ്, അതിൻ്റെ മുകൾ നിലയിലാണ് ഇവർ പ്രാർത്ഥന ഹാള് നടത്തുന്നത്. ഇവിടെ ഇന്ന് ആരാധന നടത്താൻ സമ്മതിക്കില്ല എന്നാരോപിച്ചുകൊണ്ടാണ് BJP നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ ഇന്ന് തടയാനെത്തിയത്. അവർ ഉയർത്തിയ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഒരു അഞ്ജലി ഓഡിറ്റോറിയത്തിൽ ഇത്തരത്തിൽ ആരാധന നടത്തുന്നത് ശരിയല്ല, കല്യാണത്തിനും മറ്റു മണ്ഡപത്തിനും വേണ്ടിയാണെന്നാണ് BJPയുടെ വാദം. മറ്റൊരു കാര്യം അവർ ചൂണ്ടിക്കാട്ടിയത് ഗുണ്ടാ പാസ്റ്റർ ബിനു വാഴമുട്ടത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ പോലീസും ഇവിടെ കൃത്യമായ നിലപാടെടുത്തെന്ന് പറഞ്ഞാൽ ഇന്ന് ആരാധന നടത്താൻ നിയമപരമായി എല്ലാ അവകാശവും എല്ലാ സ്വാതന്ത്ര്യവും ബിനു വാഴമുട്ടത്തിനും അദ്ദേഹത്തിൻ്റെ വിശ്വാസികൾക്കുമുണ്ട്, അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കുമുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ആരാധന സ്വാതന്ത്ര്യത്തെ ഹനിക്കപ്പെടാതിരിക്കാനുള്ള നടപടി പോലീസ് എടുത്തു. അങ്ങനെ പോലീസ് ഈ പ്രതിഷേധിച്ചവരെ തള്ളി മാറ്റിക്കൊണ്ട് ഈ പ്രാർത്ഥനാ യോഗത്തിൽ എത്തിയവരെ കടത്തിവിട്ടു. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ബിനു വാഴമുട്ടത്തിനെതിരെ ആരോപണം ഉയർന്നിട്ടുണ്ട്. ആ കാര്യത്തിൽ DYFI ഉൾപ്പെടെയുള്ള സംഘടനകൾ കൃത്യമായ നിലപാടും പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അത്തരം കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കൂട്ടം വിശ്വാസികൾ ആരാധന നടത്തുമ്പോൾ അവിടെ എത്തി തടഞ്ഞ നടപടിയാണ് പൊതുവിൽ വിമർശിക്കപ്പെടുന്നത്. അത് ശരിയല്ല നിലപാടാണുള്ളത്. അതാണ് പോലീസും ഇന്ന് സ്വീകരിച്ചത്. അജിംഷാദ.